തെരുവിൽ ഫ്ലക്സ് യുദ്ധത്തിന് യാതൊരുവിധ കുറവുമില്ല. അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പോർമുഖം തുറന്നിരിക്കുകയാണ് മൂന്ന് നേതാക്കളുടെയും അണികൾ. തെരുവിൽ അണികൾ ഇറങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് വട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള കാര്യമാണ് നേതാക്കളും, അതായത് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ ഉൾപ്പെടെ പറയുന്നത്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം കരസ്ഥമാക്കിയതിന് പിന്നാലെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇന്നലെ KPCCയിൽ AICC നിരീക്ഷക സംഘം എത്തിയതിന് ശേഷം MLA-മാരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നതുൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അതിനുശേഷം ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തെരുവിൽ ഫ്ലക്സ് യുദ്ധത്തിന് യാതൊരുവിധ കുറവുമില്ല. അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പോർമുഖം തുറന്നിരിക്കുകയാണ് മൂന്ന് നേതാക്കളുടെയും അണികൾ. അതിനുദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസവും നമ്മൾ വാർത്ത ചെയ്തിരുന്നു. KPCCക്ക് മുൻപിൽ വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ടും അതുകൂടാതെ KC വേണുഗോപാലിന് വേണ്ടിയും നിരവധി ഫ്ലക്സുകളാണ് അണി നിരത്തി വെച്ചത്. ഇതിന് പിന്നാലെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലും സമാനമായ രീതിയിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ KC നയിക്കട്ടെ കേരളം എന്നതുൾപ്പെടെയുള്ള ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതിന് തൊട്ടടുത്തായി തന്നെ വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്നാണ് വളരെ വൈകാരികമായ രീതിയിലുള്ള വാചകങ്ങൾ ഈ ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നു. അതേസമയം തന്നെയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് കായംകുളത്തും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി അണികൾ ഇക്കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രകടനമെല്ലാം തന്നെ നടത്തിയത്. KCക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ KC വേണുഗോപാലിനെ പ്രതികൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും കമൻറ്റുകളും എല്ലാം തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് പുതിയൊരു പോസ്റ്ററാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്റർ ഉള്ളത്. നാച്ചുറൽ ചോയ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ പുതിയ ഫ്ലക്സുകൾ, അതായത് ഫ്ലക്സ് യുദ്ധം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പോര് കടുക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി പോര് കടുക്കുകയാണ് എന്നുള്ള സൂചന തന്നെയാണ്. അത് കൂടാതെ തന്നെ എടുത്ത് പറയേണ്ടത് ചെന്നിത്തലയും ഒരു വശത്ത് സമാനമായ രീതിയിൽ ഫ്ലക്സ് യുദ്ധത്തിൽ അണിചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് തന്നെ, അതായത് 1.5 ലക്ഷത്തിലധികം കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അതായത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറുവശത്ത് ഇന്നലെ AICC നിരീക്ഷക സംഘത്തിന് മുൻപിൽ മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ വികാരം പരിഗണിക്കണം, അതുകൂടാതെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു നിലപാട് അവർ AICC സംഘത്തെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടികളെല്ലാം തന്നെ, അതായത് തെരുവിൽ അണികൾ ഇറങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇന്ന് തലസ്ഥാനത്തും 4 മണിക്ക്, അതായത് പാളയത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും നിരവധി UDF കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ പ്രകടനം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ മുഖ്യമന്ത്രി പോര് കടുക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഇക്കഴിഞ്ഞ ദിവസം AICC സംഘം ഡൽഹിയിലേക്ക് തിരിച്ചു. ഇനി ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഖാർഗെയും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും മുതിർന്ന നേതാക്കളുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയതിന് ശേഷം ഞായറാഴ്ചയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ
കാര്യത്തിൽ തീരുമാനമാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ വലിയ രീതിയിലുള്ള യുദ്ധം, ഫ്ലക്സ് യുദ്ധം നടക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു മനസ്സിലിരിപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അത് പറയാനുള്ള ഒരു പ്രധാന കാരണം ഇക്കഴിഞ്ഞ ദിവസം കായംകുളത്തും കോഴിക്കോടും ഉൾപ്പെടെ നടന്ന പ്രകടനങ്ങളാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള വലിയ രീതിയിലുള്ള ആവേശ പ്രകടനമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതായത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള കാര്യമാണ് നേതാക്കളും, അതായത് വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ ഉൾപ്പെടെ പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യവും എടുത്ത് പറയേണ്ടത്, അതായത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതിന് ശേഷമാണ് കോൺഗ്രസ്, അതായത് തളർന്നു കിടന്ന കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റത്. അതുകൂടാതെ അതായത് 102 സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. അതിന് പൂർണ്ണമായുള്ള അല്ലെങ്കിൽ ഒരു 90-50% ക്രെഡിറ്റ് വി.ഡി. സതീശന് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനവികാരം കണക്കിലാക്കി മുഖ്യമന്ത്രി ആകാൻ യോഗ്യൻ വി.ഡി. സതീശനാണ് എന്നുള്ളതാണ് കോൺഗ്രസിലെ വി.ഡിയെ അനുകൂലിക്കുന്ന പ്രവർത്തകർ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.